വയനാട് പഞ്ചാരക്കൊല്ലിയിൽ രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയെ സംഭവസ്ഥലത്തിന് തൊട്ടടുത്ത് കണ്ടുവെന്ന് സ്ഥിരീകരിച്ച് നാട്ടുകാരനായ സനോജ്. മൃതദേഹം മാറ്റുന്നതിനിടയിലാണ് കടുവയെ കണ്ടത്. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ പഞ്ചാരക്കൊല്ലിയിൽ ഈ കടുവ രാധ എന്ന ആദിവാസി സ്ത്രീയെ അതിനുശേഷം കടുവയെ കണ്ടു എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിൽ കടുവയെ കണ്ട ഇവിടുത്തെ പ്രദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ആക്രമണം ഉണ്ടായതിനു ശേഷമാണോ പിന്നെയും നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ഈ കടുവയെ കണ്ടു? അതെ, കണ്ടിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് ബോഡി കിടന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഞങ്ങളൊരു 3 ആൾ, ഞാനും വേറെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ബോഡി കിടന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് ഞങ്ങൾ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് പോയതാണ്. കാൽപ്പാടും കാണാൻ, ബ്ലഡും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അപ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടിട്ട് പുറകിൽ വന്ന ചേട്ടൻ പറഞ്ഞു എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു ഗർജനം പോലെ. അപ്പം നമ്മൾ പറഞ്ഞു അത് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാമത് പിന്നെ ഒന്നും കൂടെ കേട്ടു. അങ്ങനെ കേട്ടിട്ട് നോക്കുമ്പോൾ മുമ്പിൽ പോയ ചങ്ങായി പറഞ്ഞാടാ ഇതെവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് റിട്ടേൺ ഓടുക ചെയ്തത്. അപ്പോൾ ഞാൻ ഏറ്റവും മുമ്പിലായിപ്പോയി. ഞാൻ നോക്കുമ്പോൾ തൊട്ട് മുമ്പിൽ നിന്ന് ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് മേലോട്ട് കയറിപ്പോയി. പിന്നെ അവിടെ നിന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഓടി. ഈ കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു? ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. മൂപ്പര് ഫ്രണ്ടിൽ പോയ ആൾ കറക്റ്റായിട്ട് കണ്ടു. പക്ഷെ ഞാൻ ഈ പുള്ളിക്കാരൻ നമ്മളെ കളിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുള്ള നോക്കിയിട്ടാണ് നോക്കുമ്പോൾ ഇതൊരു കാട് ഇങ്ങനെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നത് ഞാൻ കണ്ടു. ബേക്ക് ഭാഗവും മേൽഭാഗവും മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. മുമ്പ് ഈ പ്രദേശത്ത് ഈ കടുവ ശല്യമൊക്കെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ഇവിടത്തെ കുറിച്ച് കറക്റ്റ് അറിയില്ല. എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. ഞാനിങ്ങനെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് കണ്ടതാണ്. ഈ മരണപ്പെട്ട രാധയുടെ അവരുടെ ശരിക്കുള്ള വീടിന്റെ അടുത്താണ് എൻ്റെ വീട്. അടുത്തല്ല, കുറച്ച് ദൂരം അവിടെ. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. ഏതായാലും ഈ പ്രദേശത്ത് തന്നെ കടുവയുണ്ടെന്ന് ജനങ്ങൾ ഉറപ്പിക്കുകയാണ്, പ്രദേശവാസികൾ ഉറപ്പിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ. കടുവയ്ക്കുള്ള തെരച്ചിൽ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.